ജൂൺ 20 ലോക അഭയാർത്ഥി ദിനമാണ്. അഭയാർത്ഥികൾ ഏറ്റുവാങ്ങുന്ന പീഡനങ്ങളും കഷ്ടപ്പാടുകളും കൺതുറന്ന് കാണുവാനും അവയ്ക്കുചിതമായ പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുവാനും ലോകത്തെ ചിന്തിപ്പിക്കാൻ ഈ ദിനത്തിന് കഴിയേണ്ടിയിരിക്കുന്നു. ഈ ദിനം ഒരു ഓർമ്മപ്പെടുത്തലാണ് അഭയാർത്ഥികളെ സൃഷ്ടിച്ച സമൂഹത്തിന്. അവരുടെ അവസാനിക്കാത്ത പലായനങ്ങൾ അവരെ സംരക്ഷിക്കാനാവാത്ത ജന്മനാടിന്റെ പരാജയങ്ങളാണ്. ഏകദേശം 45.2 ദശലക്ഷം അഭയാർത്ഥികൾ ഭൂലോകത്തങ്ങോളം ഇങ്ങോളം ചിതറിക്കിടപ്പുണ്ട്. ഇതിൽ 80% സ്ത്രീകളും കുട്ടികളുമാണ്. 1.6 ദശലക്ഷത്തിലധികം ആളുകളാണ് സിറിയൻ ആഭ്യന്തര യുദ്ധാനന്തരം അയൽ രാജ്യങ്ങളിലേക്ക് സുരക്ഷയെ പ്രതി ചേക്കേറിയത്. കുടിയേറ്റക്കാരെന്നും താൽക്കാലിക പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസികൾ എന്നൊക്കെ വിളിക്കുമ്പോഴും അവരിൽ പലർക്കും അതൊരു താൽക്കാലിക ഭവനമല്ല. കുട്ടികൾക്കൊക്കെയും സ്വന്തം വീട് തന്നെയാണ്. 2015 സെപ്റ്റംബർ 2 ലോകത്തെ മുഴുവൻ കണ്ണീരണിയിച്ച ഐലാൻ കുർദി എന്ന കുരുന്നു ബാലൻ മധ്യപൂർവ്വ ഏഷ്യയിലെ ഇന്നും അവസാനിക്കാത്ത കലാപങ്ങളുടെ നോവിക്കുന്ന ഓർമ്മയാണ്. എല്ലാ ജീവനുകളും പ്രാധാന്യമുള്ളതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അഭയാർത്ഥി ദിനം കടന്നുവരുന്നത്. എല്ലാവർക്കും മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനാകുമെന്നും ആരും ഉപേക്ഷിക്കപ്പെടില്ലെന്ന് ഉറപ്പാക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാണിക്കുന്നു. സംഘടനകളും സംഘർഷങ്ങളും പ്രതിവർഷം 10,000-ങ്ങളെയാണ് അവരുടെ നാട്ടിൽ നിന്ന് പിഴുതെറിയുന്നത്. യുദ്ധവും സംഘട്ടനവും കാരണം ഓരോ മിനിറ്റിലും 20 പേർക്ക് എല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വരുന്നതായി ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടുന്നു. എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള മാറ്റങ്ങളാണ് ലോകത്തിനുണ്ടാകേണ്ടത് എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ മുദ്രാവാക്യത്തിലൂടെ ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമിടുന്നത്. വംശം, മതം, സാമൂഹ്യ സംഘടനകളുടെ അംഗത്വം, ദേശീയത എന്നിവ മൂലം താൻ ആക്രമിക്കപ്പെടുമെന്ന ഭീതി മൂലം സ്വന്തം നാടും വീടും ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്നവരെയാണ് ഐക്യരാഷ്ട്രസഭയുടെ 1951 അഭയാർത്ഥി കൺവെൻഷൻ പ്രകാരം അഭയാർത്ഥികളുടെ നിർവചനത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ആട്ടിപ്പായിക്കപ്പെടുന്നത് തീർച്ചയായും ഹൃദയഭേദകമാണ്. ഒറ്റ രാത്രി കൊണ്ട് ജനങ്ങൾ നാടില്ലാത്തവരായി മാറുന്നു. അനിശ്ചിതത്വം നിറഞ്ഞ ഒരു ഭാവിയിലേക്ക് എറിയപ്പെടുന്നു. പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ മൂലവും പലർക്കും വീട് വിട്ടു പോകേണ്ടി വരുന്നുണ്ട്. അഭയാർത്ഥികളുടെ നില പരിശോധിച്ച് ഐക്യരാഷ്ട്ര പൊതുസഭ ഒരു പ്രമേയം പാസാക്കിയത് 2000 ഡിസംബർ 4 അന്നു മുതൽ ജൂൺ 20 ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കാനും തീരുമാനിച്ചു. അഭയാർത്ഥികളുടെ പിൻവാങ്ങലുകളെ മാനിക്കാനും ഇതേക്കുറിച്ച് ബോധവൽക്കരണം നടത്താനും ലക്ഷ്യമിട്ടാണ് ദിനാചരണത്തിന് തുടക്കമിട്ടത്. COVID-19 പശ്ചാത്തലത്തിൽ അഭയാർത്ഥികളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കമ്മീഷൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഇവർക്കു വേണ്ടി ശുചീകരണമടക്കമുള്ള സേവനങ്ങൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങളിൽ ബോധവൽക്കരണവും നടത്തുന്നുണ്ട്. ഇവർക്ക് സംരക്ഷണം ഉറപ്പാക്കുകയും രോഗം ബാധിച്ചാൽ മികച്ച ചികിത്സ നൽകുകയും വേണമെന്ന് ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിക്കുന്നുണ്ട്. നാടും വീടും സമ്പത്തും നഷ്ടമായി മറ്റൊരു രാജ്യത്തിൻ്റെ ആശ്രയത്വത്തിന് യാചിക്കേണ്ടി വരുന്നവർ അഭയാർത്ഥികൾ. മതത്തിൻ്റെയും നിറത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ വൈരങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അഭയാർത്ഥികളാക്കപ്പെടുന്നവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു. അഭയാർത്ഥി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള തീവ്ര ശ്രമങ്ങൾ ബന്ധപ്പെട്ട സംഘടനകൾ നടത്തുന്നുണ്ട്. പ്രധാനമായും 2 പരിഹാരമാർഗങ്ങളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഒന്ന്, അഭയാർത്ഥികളെ അവരുടെ സ്വന്തം രാജ്യത്തേക്കു തന്നെ മടക്കിക്കൊണ്ടുവരികയും പുനരധിവസിപ്പിക്കുകയും ചെയ്യുക. 2, അഭയം നൽകിയ രാജ്യത്ത് തന്നെ അവരെ താമസിപ്പിക്കുക, അല്ലെങ്കിൽ മൂന്നാമതൊരു രാജ്യത്ത് പുനരധിവസിപ്പിക്കുക. നാം മലയാളികൾ സ്വർഗത്തിലാണ്. സ്നേഹവും സാഹോദര്യവും പച്ചപ്പും പുൽമേടും നിറഞ്ഞ സ്വർഗം. വെടിയൊച്ചകൾ നേരിട്ട് കേട്ടവർ പോലും അപൂർവം. പക്ഷേ വിഷലിപ്തമായ ആക്ഷേപങ്ങളിലും തുണിയുരിക്കുന്ന ട്രോളുകളിലും രാഷ്ട്രീയ പകപോക്കലിലും കെട്ടുപിണഞ്ഞു നിൽക്കുകയാണ് നാം. വയറ് നിറച്ചുണ്ണുമ്പോഴും മനം നിറച്ച് സന്തോഷിക്കുമ്പോഴും നമ്മളെപ്പോലെ മാംസവും മജ്ജയുമുള്ള ലക്ഷോപലക്ഷം അഭയാർത്ഥികളെ ഓർക്കാനെങ്കിലും ഈ ദിനം ഉപകരിക്കട്ടെ. ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള UN ശ്രമങ്ങളോട് നമുക്കും
ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാം. ജൂൺ 20 ലോക അഭയാർത്ഥി ദിനം. ഈ ദിനത്തെക്കുറിച്ച് ഒരു ചെറു വിവരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അംശു VS വർക്കല. പ്രിയമുള്ളവരെ, ദിനവൃത്താന്തത്തിന്റെ ഇന്നത്തെ താൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വിനോദവും വിജ്ഞാനവും അറിവിന്റെ ഓർമ്മപ്പെടുത്തലുമായി ദിനവൃത്താന്തം തുടരും. ഇനി അടുത്ത താളിന്റെ പണിപ്പുരയിലേക്ക്. ഏവർക്കും നന്ദി.